ചെറിയമ്മാവൻ ഇരിക്കൂ. ഇരിക്കാനല്ല ഞാൻ വന്നത്. എടാ, നാട്ടുനടപ്പനുസരിച്ച് ഒരു കൊല്ലെങ്കിലും കഴിയണം, മനസ്സിലായോ? തള്ള മരിച്ചിട്ട് ചൂടാറുന്നതിന് മുമ്പേ കല്യാണം നടത്തിയെന്ന് കേട്ട ആളുകൾ പുച്ഛിക്കില്ലേ? അമ്മ കണ്ണടയ്ക്കുന്നതിന് മുമ്പായി അവസാനം പറഞ്ഞതാണ് ഇത് നീട്ടിവെക്കരുതെന്ന്. അമ്മയുടെ ആഗ്രഹം കൂടിയാണിത്. ആയിക്കോ, നിന്റെ ഇഷ്ടം. എന്റെ വാക്കിന് നിനക്ക് വില തോന്നില്ലടാ. നിങ്ങൾ കേൾക്കണം, നിങ്ങൾ അന്യന്മാരല്ലേ? ചെറിയമ്മ ഒന്ന് മിണ്ടാതിരിക്കൂ. ആഹാ, അങ്ങനെ നീ അങ്ങോട്ട് നടത്തുവോ? നടത്തും. എന്താ സംശയമുണ്ട്? ഇത് കൊച്ചമ്മയുടെ കാര്യമാണ്. ഇപ്പോഴെല്ലാം നിശ്ചയിക്കേണ്ടത് ഞാനാണ്. നടത്തുവോന്ന് നിങ്ങൾ വഴക്ക് കൂട്ടരുത്, ഇതൊരു പ്രധാന കാര്യമല്ലേ. നടത്തിക്കോ. തള്ളയുടെ പിണ്ണത്തിന്റെ അന്ന് തന്നെ അങ്ങോട്ട് നടത്തായിരുന്നില്ലടാ. ഒരു പ്രമാണി. അല്ല, പോവുക അല്ല, വരിക. തുമ്മിയ പോണം മൂക്കാൻച്ചാൽ അങ്ങോട്ട് പോട്ടെ. സ്ത്രീധനം എന്ന നിലയ്ക്കല്ല ഈ പറഞ്ഞത്. അല്ല, സ്ത്രീധനം നമ്മുടെ സമുദായത്തിൽ പതിവില്ലല്ലോ. അതായി പറഞ്ഞത്. സ്ത്രീധനമായിട്ട് വേണ്ട, അവന് സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ, സമ്പാദ്യം ആകുന്നവരെ കഴിയുകയും വേണമല്ലോ. അതൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മൾ ഈ വ്യവസ്ഥ പറയുന്നത്. ഞങ്ങളുടെ സ്ഥിതി ഏകദേശമൊക്കെ ചന്ദ്രൻ അറിയാം. അവന് പലയിടത്തു നിന്നും ആലോചനകൾ വരുന്നുണ്ട്. പണത്തിന് പണം, കാറിന് കാറ്, എന്തൊക്കെ വേണം. നിങ്ങൾ തങ്കി കയറുന്നത് ഞങ്ങൾക്കല്ലല്ലോ. അവര് കിട്ടാന്ന് വെച്ചാൽ അത് നിങ്ങളുടെ പെങ്ങൾക്കും കൂടി ഉള്ളതല്ലേ? അതൊക്കെ ശരിയാണ്. ഞങ്ങൾക്ക് നിർബന്ധമില്ല, ആലോചിച്ച് വിവരം അറിയിച്ചാൽ മതി. ധൃതിപ്പെടരുത്. വ്യവസ്ഥകളൊക്കെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. 15-ാം തീയതിക്ക് മുമ്പായി പണവും കൊണ്ട് ഞാൻ അവിടെ വരാം. ഞാനല്ലെങ്കിൽ അനിയൻ. ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. 17-ാം തീയതി. നിങ്ങളെ വീട്ടുവീട് എന്താന്നാ പറഞ്ഞത്? പൂന്തോട്ടത്തില്. പൂന്തോട്ടത്തില് നല്ല തറവാട്ടുകാരാണെന്ന് കേട്ടത്. എനിക്കതിൽ സന്തോഷമുള്ളൂ. എന്ത് മരുമക്കളല്ലേ. എന്താ അങ്ങനെ പറയണത്? നാട്ടുകാർ എന്ത് പറഞ്ഞാലും പെണ്ണൊന്നും ഭാഗ്യം. നാട്ടുകാരെന്താ പറയുന്നത്? പണക്കാരൻ അമ്മാവന്റെ മോനെ കിട്ടുമെന്ന് വിചാരിച്ച അവന്റെ കൂടെ ആയിരുന്നല്ലോ രാവും പോയാലും. അവൻ പോയാലെന്താ, അതിലും നല്ല ചെക്കനെ കിട്ടിയില്ല. നിങ്ങൾ പോയിക്കോളൂ, ഞാൻ അവർക്ക് കാരണം വരാം. ഇയാള് കുടിയനാണെങ്കിലും പറയുന്ന മുഴുവൻ എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. നമുക്ക് ചുറ്റുവട്ടത്തൊന്ന് അന്വേഷിച്ചു നോക്കാം. അതാ നല്ലത്. ഈന്തും പട്ട നമ്മളെ ഏൽപ്പിച്ചിരിക്കണം. പന്തല് പണിയുടെ ലൂട്ടി ഞമ്മക്ക. അത് നിങ്ങൾ നോക്കണ്ട. 4 ആകെ 12 കാലം വേണ്ടി വരും. കേക്കോട്ട് മുഖം. എന്തേ ഒരേട്ടാ, നിങ്ങളെന്താണെന്ന് മണ്ണ് തിന്ന കോയിന്റെ ചേലിക്കൊരു ഇരുത്തം. പന്തലിനെ പറ്റി അല്ല വീരാൻകുട്ടി എന്റെ ആലോചന. പണം കൊണ്ടില്ലാമെന്ന് പറഞ്ഞ അവധി അടുത്തായിരിക്കും. അൻസൻ എന്ത് പറയുന്നു? മറുപടി വന്നില്ല. അബ്ദുള്ള സാഹിബിനിട്ട് നമ്മളൊന്ന് മുട്ടി നോക്കി. അവിടെയും ബൈ കാണുന്നില്ല. ഇക്ക് തോന്നിയത് പറയാലോ. നിങ്ങൾ നേരെ അൻസന്റെ അടുത്തൊന്ന് പോയി നോക്കി. പണം ഭാര്യാന്നല്ലേ കേക്കണത്? എന്തേ ഞാൻ പോയാ ഇവിടെ ആരുണ്ട് വീരാൻകുട്ടി? നിങ്ങള് ആ മുത്താച്ചി തള്ളേനോട് ഇവിടെ വന്ന് നിൽക്കാൻ പറയും. ശരി, വീരാൻകുട്ടിയുടെയും ഒരു ശ്രദ്ധ വേണം. നിങ്ങൾ പിന്നെ പഠിപ്പിക്കുക അല്ല. ആരാ? അനിയൻ മാനേജറില്ലേ ഇവിടെ? ഇപ്പൊ ഇവിടെ ഇല്ല. എപ്പോ വരുമെന്നറിയാമോ? അറിയില്ല. ആര്? ബാലേട്ടനോ? അതെ.
എപ്പോഴെത്തി? ഇതാ ഇപ്പൊ. നേരത്തെ അറിയിക്കായിരുന്നില്ലേ? ഭാഗ്യം അവൾ നേരത്തെ കിടന്നിരിക്കും. എന്താ അസുഖമൊന്നുമില്ലല്ലോ? അമ്മയുടെ അടിയന്തരത്തിനെങ്കിലും നീ വരുമെന്ന് കരുതി. എനിക്ക് വലിയ തിരക്കാണ് ഇവിടെ. തോന്നുമ്പോൾ അങ്ങോട്ട് ഓടി വരാൻ പറ്റിയതല്ല എന്റെ ജോലി. കൊച്ചമ്മണിയുടെ വിവാഹം നിശ്ചയിച്ച വിവരത്തിന് ഞാൻ അയച്ച കത്തിനും നിന്റെ മറുപടി കണ്ടില്ല. അത് പോട്ടെ, 17-ാം തീയതിയാണ് മുഹൂർത്തം. 15-ന് മുൻപ് പണമെത്തിക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിന്റെ മാനം കാക്കണം. കേശുവിന്റെ വിവാഹത്തിന് മുൻപേ അനിയ നമുക്ക് നടത്തണം. കല്യാണത്തിനൊക്കെ ഞാൻ എത്തിക്കൊള്ളാം. ലീവിന് കുറെ വിഷമമുണ്ട്. അത് മാത്രം പോരല്ലോ, പണം. പണത്തിന് ഇപ്പോൾ പ്രയാസമാണ്. അവർക്ക് പിന്നെ കൊടുക്കാം. പോരാ, ഞാൻ വാക്ക് പറഞ്ഞതാണ്. ആ കാരണവർ മഹാവാശിക്കാരനാണ്. പണത്തിന്റെ കാര്യത്തിന് അവിടെ നിന്ന് തന്നെ വഴി കാണണം. എന്നെ കൊണ്ടാവില്ല. അനിയ, നാട്ടിലെ സ്ഥിതി നിനക്കറിഞ്ഞൂടെ? ഭാരം ഇപ്പോഴും എന്റെ ചുമലിൽ. ഇതൊരു ഭാരമാണ്. എനിക്കും നിനക്കും അവൾ ഒരനിയത്തേ ഉള്ളൂ. പണത്തിലും വലുതാണല്ലോ ഈ വക കാര്യങ്ങൾ. പണം എനിക്ക് അത്ര നിസ്സാരമല്ല. 5000 ഉറുപ്പിക എന്ന് വെച്ചാൽ ഒരു വലിയ സംഖ്യയാണ്. എപ്പോഴും ഞാൻ നഷ്ടപ്പെടണം. നീ നഷ്ടപ്പെടണ്ട. എന്റെ അവകാശം ഞാൻ നിനക്ക് തിരിവിൽക്കാം. നമുക്കിത് ഭംഗിയായി നടത്തണം. ആ കാട്ടുമുക്കിൽ കുറച്ച് സ്വത്തിന് അവകാശം കിട്ടിയിട്ട് ഒരു പ്രയോജനവും ഞാൻ കാണുന്നില്ല. എടാ, ഉദ്യോഗവും കാറും ബംഗ്ലാവും ഒക്കെ കിട്ടുന്നതിന് മുമ്പത്തെ കഥകൾ നീ മറക്കരുത്. അനിയ, നീ വിചാരിച്ചാൽ ഈ സംഖ്യ ഉണ്ടാക്കാൻ പ്രയാസം കാണില്ല. കൊച്ചമ്മണി വിചാരിച്ച് കടമായി കണക്കാക്കിയാൽ മതി. ഉള്ള കാലത്ത് തിരിച്ചു തരും. ആർക്കും വേണ്ടാത്ത ആളായിരുന്നു അനിയൻ. ഇപ്പോൾ അനിയനെ എല്ലാവർക്കും ആവശ്യമുണ്ട്. അനിയനെയല്ല, അനിയന്റെ പണം. കാപ്പി വേണ്ട. നിന്റെ സ്വീകരണം കൊണ്ട് തന്നെ വയറ് നിറങ്ങി. എങ്ങോട്ടാ? ഞാൻ പോട്ടെ. ഈ രാത്രി? ഓ, സാരമില്ല. ആരാ വന്നത്? നിനക്കറിയില്ല. ആ ഇറങ്ങിപ്പോയ മനുഷ്യൻ ചേട്ടനാണെന്ന് പറയാൻ നാണക്കേടായിരിക്കും. പഴയ കൂട്ടുകാരനല്ലേ, ലോഹ്യമൊന്ന് പുതുക്കാൻ അവസരം തന്നില്ല. അതായിരിക്കും കോപം. പോയ കാര്യം എന്തായി? ഒന്നും ശരിയായില്ല വീരാൻകുട്ടി. നമ്മൾ പോയ വഴി ഒരു കൊണായിലെ കുട്ടി. നിങ്ങളൊരു കാര്യം ചെയ്യും, നേരെ ചെക്കന്റെ വീട് വരെ ഒന്ന് പോയി ആ കുട്ടീനോട് കാര്യം പറഞ്ഞേ. തന്തനോടും പറയും ഒരു മാസം അവധി തരാൻ. എന്തേ? നമ്മൾ വാക്ക് പറഞ്ഞല്ലേ വീരാൻകുട്ടി? എന്നുവെച്ചിട്ട് കച്ചവടത്തിന് ഏത് നമുക്കും ചെയ്യുന്നുണ്ട് റൊക്കം കാടും. അല്ല, ഇത് വല്ലാതൊരു കച്ചവടമാണല്ലോ ഇത്. പണത്തിന്റെ കാര്യം വരുമ്പോൾ ആളുകൾ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് പറയാൻ വയ്യ. എന്നാലും നിങ്ങൾ അൻസം കൈ നടത്തിയെന്ന് കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല കുട്ടിയെ. ഇങ്ങനെയുണ്ട് ഒരു ജാതി മനുഷ്യന്മാര്. ഇന്ന് തീയതി 15 എന്താ വിശേഷം? ബാലേട്ടൻ പറഞ്ഞ അവധിയാണ്. എനിക്കറിയാം. എന്തായാലും ഇന്ന് വരുമെന്ന് കാത്തിരിക്കും. ആരെ? എന്നെയോ അതോ നിന്നെയോ? എന്നെയല്ല, സ്വന്തം അനുജനെ. നിങ്ങൾ ധൂർത്തടിക്കുന്ന ഈ കാശ് മതിയല്ലോ ഇന്നവിടെ അന്യന്മാരുടെ മുന്നിൽ മാനം കെടാതെ നോക്കാൻ. കേശുവേട്ടന്റെ വിവാഹകാര്യം എഴുതിയപ്പോൾ 100 തവണ ഞാൻ പറഞ്ഞു, അത് മുടക്കണം, അച്ഛൻ എഴുതണമെന്ന്. ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും വലിയമ്മാമ നിശ്ചയിച്ചു നടത്തും. ഇല്ല,
തടയാമായിരുന്നു. കൊച്ചമണിയുമായി വിവാഹം നടന്നില്ലെങ്കിൽ എന്നെ ഉപേക്ഷിക്കുമെന്ന് കൂടി വാശി പിടിക്കാമായിരുന്നു. അപ്പോൾ നിനക്കെന്നെ വേണ്ടായിരിക്കും. ഞാൻ പോയി നിന്റെ അച്ഛനോട് വഴക്കടിക്കുക, വഴിപ്പെട്ടില്ലെങ്കിൽ നിന്നെ ഉപേക്ഷിക്കുക. അതല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിനക്ക് സ്വാതന്ത്ര്യം വേണം. നാട്ടിൽ ചെന്ന് പഴയ ബന്ധങ്ങളും പഴയ ഓർമ്മകളും ഒക്കെ ഒന്ന് പുതുക്കാമല്ലോ. അനാവശ്യം പറയരുത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമെന്ന് കരുതിയതാണ് എന്റെ വിഡിത്തം. ഭാഗി, നീ കടന്ന് സംസാരിക്കുന്നു. കൊച്ചമ്മണിയുടെ വിവാഹം നടന്നാലും നടന്നില്ലെങ്കിലും അതെന്റെ വീട്ടുകാര്യമാണ്. വീട്ടുകാര്യം, വീടിനെയും വീട്ടുകാരെയും പറ്റി സ്നേഹത്തോടെ ഒരു നിമിഷമെങ്കിലും ഓർത്തിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ ഈ നിമിഷം വരെ. സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ആരെയും വഴിയിൽ നിന്ന് തട്ടിമാറ്റാം. ആർക്ക് വേദനിച്ചാലും എന്തും പിടിച്ചെടുക്കാം. ഒന്ന് തിരിഞ്ഞു നോക്കൂ. സ്വന്തമായി എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? ആളുകൾ വഴിമാറി തന്നതാണ്. പിടിച്ചെടുത്താലേ മേനി നടിക്കാനാവൂ. ദാനം വാങ്ങിയവർക്ക് അഹങ്കരിക്കാൻ അവകാശമില്ല. കൊച്ചമണിയുടെ വേദന നിങ്ങൾക്കറിയില്ല. ലോകത്തിൽ ആരുടെയും വേദന നിങ്ങൾക്കറിയില്ല. ഭാഗി, നീ എന്റെ ഭാര്യയാണ്, അത് ഓർമ്മ വേണം. അതോർത്തുനിന്ന് ഞാൻ ലജ്ജിക്കുന്നു. നീ എന്റെ വീട്ടിൽ വെച്ചാണ് സംസാരിക്കുന്നത്. ഇത് വീടല്ല, അലങ്കരിച്ച തടമുറയാണ്. നീ എങ്ങോട്ടാണ്? നാട്ടിലേക്ക്. എന്നെ തടയരുത് ശങ്കര. നീ എന്റെ മാനം കളയരുത്. നിങ്ങളുടെ പെങ്ങളുടെയും കുടുംബത്തിന്റെയും മാനത്തിലുപരി നിങ്ങൾക്കൊരു മാനം. ചെയ്താൻ പിടിച്ച പോക്ക് മക്കളെ നസീബോണ്ട് വയ്യത്തായില്ല. മോശല്ല, ബംഗ്ലാവും കോപ്പും മോശല്ല. അല്ലാ, ആ ആളെ തിരിഞ്ഞിട്ടുണ്ടാവൂല. വീരാൻകുട്ടിയാണ്. എന്താ വീരാൻകുട്ടി? നിങ്ങൾക്കൊരു പെരയുണ്ടല്ലോ നാട്ടില്, അവിടെ ഒരു കല്യാണം ഉണ്ട്, അതിന് ക്ഷണിക്കാനാന്ന് വെച്ചോളി. എന്നെ ക്ഷണിക്കാൻ താനാരാ? ക്ഷണിക്കാണ്ട് വരുന്ന ആങ്ങളെ അച്ചപ്പ എങ്ങനെയാ? ഏട്ടൻ ഉപദേശിക്കാൻ അയച്ചതാണല്ലേ, എനിക്ക് കേൾക്കണ്ട. അല്ല, നമ്മള് സ്വന്തം വന്നതാ. കുറച്ച് കേൾപ്പിക്കാൻ ഒരുങ്ങിട്ട് തന്നെ നമ്മൾ വന്നിക്കണത്. എന്താ തലയെടുക്കോ? കണ്ണും പിടിയും കാട്ടല്ലേ? ആ സാധു നായരുട്ടി നിങ്ങളെ ഏട്ടനില്ലേ, അയാളെടുത്ത് നടക്കും. ഏത് താക്കോലോളം പോന്ന കാലത്ത് കാണാൻ തുടങ്ങിയതാണല്ലോ ഈ വീരാൻകുട്ടി. കാറും കോപ്പും പിടിച്ചിട്ട് നമ്മളെടുത്ത് വലിയ ആളാവാൻ നോക്കണ്ട. വീരാൻകുട്ടി സൂക്ഷിച്ച് സംസാരിക്കണം. തല്ലുവോ? കീക്കട കഴിഞ്ഞത് മറക്കരുത് കുട്ടിയെ. നാട്ടുകാര് പറയണത് നിങ്ങൾ പണം വാരുകയാണ്. വലിയ പദവി. പക്കെങ്കിൽ ഒരു കാര്യമുണ്ട്, സ്വന്തം ഉടപ്പറന്നവളുടെ കല്യാണത്തിന് 4 കായ് ചെലവാക്കാത്ത നിങ്ങളെ പദവിയും പന്നിക്കുട്ടിയുണ്ടല്ലോ, ഞമ്മക്ക് പുല്ല. 5000 ഉറുപ്പ്യ വലുത് നിങ്ങൾക്ക്, അതോ പെങ്ങളോ? താൻ പോകുന്നു, പറയേണ്ടവരോട് ഞാൻ സമാധാനം പറഞ്ഞോളാം. ഇന്റെ മുഖത്ത് നോക്കി പറയാൻ കഴിയൂലെന്ന് പറയുന്നു. നിങ്ങൾ ഏട്ടൻ വന്ന് കാല് പിടിച്ചില്ലേ, ആ കുട്ടി ഇങ്ങക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിക്കണ്. നിങ്ങളെ വലിയ പദവി, ആ ഏട്ടന്റെ നെഞ്ഞത്ത് ചവിട്ടി കേറിയിട്ടല്ലേ ഈ വലിയ പദവി കേറിയത്. നമുക്ക് വീരാൻകുട്ടി, നമ്മക്ക് ബംഗ്ലാവും കാര്യം വീരൊന്നുമില്ല. പക്ഷെങ്കില് മനുഷ്യന്മാരുടെ ഉള്ളു വീണത് കണ്ടാ പൊറുക്കൂല. നിങ്ങളൊരു 2000 ഉറുപ്പ്യ ഞമ്മക്ക് കടന്നേരി, ആ കുട്ടിയുടെ കല്യാണം നടക്കട്ടെ. ബാക്കിക്ക് നിന്റെ മോളെ നിക്കാഹിന് നുള്ളിപ്പെറുക്കി ഉണ്ടാക്കി വെച്ച പൈസന്റെ കുടിയിൽ അതെടുത്തോളാം. പഠിച്ചൊരാളുണ്ടെങ്കിൽ നിന്റെ മോക്ക് നീ കല്യാണക്കാര് വരും. തന്റെ ഔദാര്യം കൊണ്ട് എന്റെ പെങ്ങളുടെ കല്യാണം നടത്തണ്ട. അന്റെ പെങ്ങളോ? അനക്ക് പെങ്ങളുണ്ടോ?
വീടുണ്ടോ, ഏട്ടനുണ്ടോ, അങ്ങൊരു ചിന്തയുണ്ടോ? തണ്ടും തടി ഉണ്ടായാ പോരാ, അതിന്റെ ഉള്ളില് കൽബ് എന്ന് പറഞ്ഞൊരു സാധനം കൂടി പറിച്ചോൻ തരണം. അതില്ലാത്തവനോട് തൊള്ളയിട്ട് തൊണ്ടയിൽ വെള്ളം വറ്റിക്കാൻ വന്ന ഇന്ന കാണും ചവിട്ടാൻ.